മക്കളെ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കാത്തിരുന്ന കമ്പനി ബോണസ് നോട്ടിഫിക്കേഷൻ ദാ വന്നേക്കാണ്. നിങ്ങളിപ്പോ നിങ്ങളുടെ PSC പ്രൊഫൈലിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് നോട്ടീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് കമ്പനി ബോണസിന്റെ ഗ്രേഡ് 1 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, കമ്പനി ബോണസ് ആൻഡ് ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്കറിയേണ്ട എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന്. സോ കയറി വന്നോടാ, ഒന്ന് ശ്രദ്ധിച്ചോ. ഫസ്റ്റ് നമുക്ക് കമ്പനി ബോണസ് ആൻഡ് ഗ്രേഡ് 1 നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് പോവാം. നോക്കാം, കാറ്റഗറി നമ്പർ 382/2025. മക്കളെ, ഈ കാറ്റഗറി നമ്പർ നിങ്ങൾ മനസ്സിനകത്ത് റോക്സ് അടിച്ചു വെച്ചോലെ പതിപ്പിച്ചു വെച്ചോളാം. എന്താണ് 382/2025 നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. നാളെ നിങ്ങൾ സർവീസിലേക്ക് കയറാൻ പോകുന്ന, നാളെ നിങ്ങൾ ജോലിയിലേക്ക് കയറാൻ പോകുന്ന കാറ്റഗറി നമ്പർ എത്രയാണ്? 382/2025. നമുക്ക് ആ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഇവിടെ ഫേം ഏതാണ്? കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്, അതായത് KSFE, ദെൻ KSEB, KMML, കെൽട്രോൺ, അങ്ങനെ തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അസിസ്റ്റന്റ്. ഓക്കെ, അത് കഴിഞ്ഞാൽ താഴേക്ക് പോകുമ്പോൾ വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് പറയുന്നത്. അപ്പൊ അവിടെ മനസ്സിലാക്കാം, ഏറ്റവും ചുരുങ്ങിയത് കമ്പനി ബോണസ് ഗ്രേഡ് 1 മാത്രം നോക്കുകയാണെങ്കിൽ ഒരു 3000 അഡ്വൈസ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഗ്രേഡ് 2 ആണെങ്കിൽ ഒരു 1200 അഡ്വൈസ് അവിടെയും നമുക്ക് എക്സ്ട്രാ കിട്ടും. ടോട്ടൽ കമ്പനി ബോണസിന്റെ ഗ്രേഡ് 1 ഗ്രേഡ് 2 കൂടെ ചേർത്ത 4000+ വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് താഴെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ക്വാളിഫിക്കേഷൻ ഒന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. എന്താ ക്വാളിഫിക്കേഷൻ വരുന്നത്? എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി, കയ്യിൽ ഒരു ഡിഗ്രി ഉണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ ഏജ് ലിമിറ്റ് നോക്കുമ്പോൾ ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഏജ് ലിമിറ്റിൽ ഒന്നും ഉയർത്തിയിട്ടില്ല. അപ്പൊ ഒരുപാട് കുട്ടികളൊക്കെ ഏജ് ലിമിറ്റ് ഉയർത്തുമോ അവസരം നഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഈ നോട്ടിഫിക്കേഷനിലും ഏജ് ലിമിറ്റിൽ ഒരു മാറ്റവും ഇല്ല. അതായത് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ഇവിടെ ഡേറ്റ് അടക്കം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ 2/1/1989 2/1/1989 1/1/2007 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. അതേസമയം നിങ്ങൾ OBC ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് 2/1/1986 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SC ST ആണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. 2/1/1984 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് താഴേക്ക് പോകുമ്പോൾ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഇവിടെ ക്വാളിഫിക്കേഷൻ. സോ ക്വാളിഫിക്കേഷൻ ഇത്രയേ ഉള്ളൂ. എന്ത് ഡിഗ്രി ആണോ കയ്യിലുണ്ടോ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് BA ആണോ, BSc ആണോ, BCom ആണോ, BTech ആണോ, എന്ത് ഡിഗ്രി ആണോ കയ്യിലുള്ളത്, എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏജ് ലിമിറ്റായി, ക്വാളിഫിക്കേഷനായി, ബാക്കി എല്ലാ കാര്യങ്ങളുമായി. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് മുതൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 19/11/2025 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അതായത് നവംബർ 19 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇതാണ് ഗ്രേഡ് 1 നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത. മക്കളെ, മിസ്സാക്കല്ലേടാ, ഇത്രയും നിയമനം നടക്കുന്ന മറ്റൊരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ഇല്ല. അതായത് ബാക്കിയുള്ള എല്ലാ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനും കൂടെ ചേർത്തെടുത്താൽ പോലും ഈ കമ്പനി ബോണസിന്റെ പകുതി നിയമനം പോലും നടക്കത്തില്ല. അപ്പോ മിസ്സാക്കരുത്, പഠിച്ചോ. കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് 43 മാർക്കാണ് കഴിഞ്ഞ കമ്പനി ബോണസ് മെയിൻസിന്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ നോക്കുക, കമ്പനി ബോണസിന്റെ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 383/2025 ആണ്. കാറ്റഗറി നമ്പർ മറക്കണ്ട, 383/2025. ഞാൻ പ്രിഫർ ചെയ്യുന്ന ഫസ്റ്റ് ആണ്, 382 ആണ് കേട്ടോ. അതാണ് ലാഭകരമായ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ. അപ്പൊ ഇവിടെ KSRTC, അതേപോലെ KSRTC നിയമനം നടക്കത്തില്ല. KSRTC, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, സ്റ്റേറ്റ് ഫാർമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള, കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC ആൻഡ് ST, അത് കഴിഞ്ഞ് കേരള ആർട്ടിസൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡ്, ദെൻ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അസിസ്റ്റന്റ്. ദെൻ അത് കഴിഞ്ഞ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് പറയുന്നത്. അപ്പൊ ഇവിടെയും വേറെ മാറ്റമൊന്നുമില്ല. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് സെയിം ആണ്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. OBC ആണെങ്കിൽ 3 വർഷം ഇളവുണ്ട്. SC ST ആണെങ്കിൽ 5 വർഷം ഇളവുണ്ട്. നേരത്തെ പറഞ്ഞ അതേ ഏജ് ലിമിറ്റ് തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ക്വാളിഫിക്കേഷൻ നോക്കുക. ക്വാളിഫിക്കേഷൻ എന്താണ്? എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി, കയ്യിലൊരു ഡിഗ്രി ഉണ്ടോ നിങ്ങൾ അപ്ലൈ ചെയ്തോടാ, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തോ. നമുക്കിതിന്റെ 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത്. ഒരു പ്രിലിംസ് എക്സാം കാണും, ഒരു മെയിൻസ് എക്സാം കാണും. അപ്പോൾ 2026 മെയ് മാസം ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അതിന് മുമ്പ് പ്രിലിംസ് കാണാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അതായത് 2026 മാർച്ച് മാസമൊക്കെ നമുക്ക് ഇതിന്റെ പ്രിലിംസ് എക്സാം പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് മെയിൻസ് ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് അതിന്റെ മെയിൻസ് എക്സാമും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന്
ഇന്നലെ സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷമായ ദിവസമാണ്. അപ്പൊ നമുക്ക് RRB ജെയ്ക്ക് 55+ കുട്ടികളാണ് ഞങ്ങളിൽ നിന്ന് സെലക്ഷൻ നേടിയത്. ഒരുപാട് സന്തോഷം. അപ്പോൾ അടുത്ത കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മുടെ ആഗ്രഹം ഇതാണ്, മൊത്തം ഞങ്ങളുടെ കുട്ടികളായിരിക്കണം, ഞങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോ ആയിരിക്കണം ഇങ്ങനെ നിറഞ്ഞു നിൽക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ നമ്മൾ ഒരു അടിപൊളി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതായത് ഇന്ന് വന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഇന്ന് വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, പക്ഷേ ഇനി മുതൽ വന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, പിന്നെ അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCAD, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, ഇതിനെല്ലാം കൂടെ ചേർന്നുള്ള പ്രിലിംസ് കം മെയിൻസ് ബാച്ച് നമ്മൾ ഇന്ന് വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യണം. ഒരു അടിപൊളി ബാച്ച് ഇന്ന് വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോടാം. നമ്മൾ സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷമായതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഏതൊരു കോഴ്സ് പർച്ചേസ് ചെയ്താലും ഫ്ലാറ്റ് 21% ഓഫ് ഉണ്ട്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ആദ്യത്തെ 250 പേർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ ആപ്പിൽ കയറുക. ആപ്പിൽ കയറിയിട്ട് ഈ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് സൂപ്പർ 1 എന്ന കോഡ് ഒന്ന് അപ്ലൈ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വെറും 3950 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതൊരു ലോങ് ടേം എക്സാം വരെ നിങ്ങൾക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് തരുന്ന ഒരു പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ആണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. അല്ല എങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അല്ലാതെ അപ്ലൈ ചെയ്യുന്ന സമയത്തോ ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം, എന്താണ് ഇതിന്റെ പ്രത്യേകത, അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്തേക്കാം. അപ്പൊ നമ്മുടെ മെന്റേഴ്സ് നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോ. 2027 ഫസ്റ്റ് ക്വാർട്ടറിൽ നിങ്ങൾക്ക് സർവീസിലേക്ക് കയറാൻ പറ്റും. അപ്പൊ നന്നായിട്ട് പഠിച്ചോ മക്കളെ, നന്നായിട്ട് പഠിച്ചോ. നമുക്ക് ക്ലാസ്സിൽ കാണാം. ഈ ഒരു അവസരം മിസ്സാക്കണ്ട. സ്വപ്നം കണ്ടോടാം. 2027 നടക്കാൻ പോകുന്ന സ്വപ്നമാണ് കേട്ടോ, നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന സ്വപ്നം. നിങ്ങൾ ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ പ്രിലിംസ് എക്സാം നടക്കുന്നു. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ മെയിൻസ് എക്സാം നടക്കുന്നു. നിങ്ങൾ 2027 ഫസ്റ്റ് ക്വാർട്ടറിൽ സർവീസിലേക്ക് കയറുന്നു. ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതിനുവേണ്ടി എഫേർട്ട് കൊടുത്തോണ്ടിരിക്കുക. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ മക്കളെ, നമ്മൾ മനുഷ്യർ വിചാരിച്ചാൽ അതിനുവേണ്ടി എഫേർട്ട് കൊടുത്തോണ്ടിരുന്നാൽ എന്ത് സാധനം വേണോ ഈ ലോകത്ത് നടക്കും, എന്ത് കാര്യം വേണോ ഈ ലോകത്ത് നടക്കും. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ. ഈ ഒരു അവസരം മിസ്സാക്കണ്ട. ഇത് നിങ്ങൾ സർവീസിലേക്ക് കയറുന്ന ഒരു പോസ്റ്റ് ആയിരിക്കും. സോ നമുക്ക് വൈകുന്നേരം ക്ലാസ്സിൽ കാണാം.